ഹലോ, വെൽക്കം ടു ജീവൂസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോയേ അല്ല, പക്ഷെ അടുക്കളയുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒരു കുഞ്ഞി പാവൽ കൃഷി ഇതാണ് കേട്ടോ. നമ്മുടെ പാവയ്ക്കകൾ ഓരോന്നായിട്ട് കിടക്കുന്നതാണ് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. കൂട്ടത്തിൽ നിങ്ങളുടെ കൂടെ സന്തോഷമുള്ളൊരു ചെറിയ വിളവെടുപ്പും കൂടെ ആകാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഒരു വൈകുന്നേര സമയമാണ് കേട്ടോ, ഒരു 3:30-4 മണിയൊക്കെ ആയപ്പം എന്നാൽ പാവയ്ക്ക വിളവെടുത്തേക്കാം എന്ന് കരുതി ഇറങ്ങിയപ്പോൾ ഫോണും പിടിച്ച് ഞാനും ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ പാവയ്ക്ക ഒരു പൂ വിടർന്ന് നിൽക്കുന്നേ ഉള്ളൂ. അടിയിലൊരു കുഞ്ഞൻ പാവയ്ക്കുണ്ട്. പൂ ആടുന്നു. ഞാനിതാ നാളത്തേക്ക് പൂ കൊഴിഞ്ഞു പോകും, പിന്നെ സ്വതന്ത്രമായി വളർന്നോളൂ എന്ന് പറയുന്ന കുറച്ച് പാവയ്ക്ക പൂക്കൾ പിന്നെ കുഞ്ഞ് മുട്ടിൽ നിന്നും വിടർന്ന് വന്ന് സ്വതന്ത്രമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കുറേ പാവയ്ക്കകൾ. ഇത് കണ്ടോ, 2 തരത്തിലുള്ള പാവയ്ക്കയാണ് നമ്മൾ നട്ടിരിക്കുന്നത് കേട്ടോ. നീളമുള്ള പാവയ്ക്കയും അധികം നീളം വയ്ക്കാത്ത ഉരുണ്ട പാവയ്ക്കയും. 2 പേരും രുചി കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1-2 പാവയ്ക്കെല്ലാം ആദ്യം ഉണ്ടായതെല്ലാം നമ്മൾ പറിച്ചെടുത്തിരുന്നു. പിന്നീട് എന്നാൽ പിന്നെ കുറച്ചധികം ഉണ്ടെന്ന് തോന്നിയപ്പോൾ ആ വിളവെടുപ്പ് നിങ്ങളുടെ ഒപ്പമാകാമെന്ന് കരുതി കേട്ടോ. അപ്പം എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടം. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രതിഫലം അത് വേറെ ഒന്നും തന്നെയാണ്. പ്രതിഫലം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നട്ട് നനച്ച് സ്നേഹത്തോടെയും കരുതലോടെയും കൂടി വളർത്തുന്ന സാധനത്തിൻ്റെ ഒരു ഔട്ട്കം കിട്ടുമ്പോൾ നമുക്ക് ഒത്തിരി ഹാപ്പിയല്ലേ അല്ലേ. പാവയ്ക്ക് കയ്പ്പനാണെങ്കിലും പക്ഷേ മധുരം നിറഞ്ഞ ഒരു വിളവെടുപ്പ് തന്നെയാട്ടോ ഇത്. നമുക്ക് ഒരു ചെറിയ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അത് മതി, ധാരാളം. നമുക്കത് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ ഈ അടുക്കളത്തോട്ടം എന്ന എൻ്റെ കുഞ്ഞി ആഗ്രഹത്തിൻ്റെ പുറകിൽ എൻ്റെ പപ്പയുടെ കരങ്ങളാണ് കേട്ടോ പ്രവർത്തിച്ചത് മൊത്തം. വിളവെടുപ്പും ആ കൈകൾ കൊണ്ട് തന്നെ ആവട്ടെ എന്ന് കരുതി. എൻ്റെ പപ്പായുടെ കൈകളാണ് ഇത്. ഏതൊരാഗ്രഹം പറഞ്ഞാലും മാറ്റി നിർത്താതെയും തള്ളിക്കളയാതെയും ആദ്യമൊക്കെ ചിലപ്പോൾ ഒന്ന് താല്പര്യം ഇല്ല എന്നൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും നമ്മൾ രണ്ടാമത് ആഗ്രഹമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ സ്ട്രോങ്ലി നോ എന്ന് പറയാതെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹത്തിന് അത് കൂട്ടു നിൽക്കും എന്ന് ഉറപ്പുണ്ട് കേട്ടോ. അപ്പം എൻ്റെ കൂടെ വിളവെടുക്കാൻ ഉള്ളത് മമ്മിയുണ്ട്. കളക്ഷൻ ബാഗുമായിട്ട് എൻ്റെ ഒരു കുഞ്ഞു കിളിയുണ്ട്. എൻ്റെ കുഞ്ഞു മകളാണേത്. അവളാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ആൾ. മേടിച്ച് കൊട്ടയിൽ കൊണ്ടുപോയിടുന്നത് അവളാണ്. ഒരെണ്ണം പോലും അവളുടെ കുഞ്ഞു കൈകൾ തൊടാത്ത പാവയ്ക്ക ആ കൊട്ടയിലില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിൽ അധികമുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നതിൽ തെറ്റില്ല അല്ലേ. ഷെയറിങ് അല്ലേ കെയറിങ്. അപ്പം നമ്മുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുന്നവർക്കോ അതൊന്ന് ഷെയർ ചെയ്താൽ ആ സന്തോഷം ഇരട്ടിയാകുമല്ലേ. അങ്ങനെ നമ്മളുടെ പാവയ്ക്ക വിളവെടുപ്പിൻ്റെ ഒരു ചെറിയ ഷെയറും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമെന്നൊക്കെ നമ്മൾക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ആർക്കെങ്കിലുമോ അല്ല, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക്. അപ്പോൾ ഞങ്ങളുടെ വിളവെടുപ്പുകളെല്ലാം എടുത്ത് തീരാറായി കേട്ടോ. കിട്ടിയ സന്തോഷം കൊണ്ട് ഓടി പോകാതെ ഇനി നാളത്തേക്ക് കിട്ടാൻ വെച്ചിരിക്കുന്ന സന്തോഷം അല്ലെങ്കിൽ കിട്ടാനായിട്ട് നമുക്ക് നൽകാനായിട്ട് വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചിട്ട് കയറി പോകാമെന്ന് കരുതി എല്ലാവരെയും നമ്മൾ പറിച്ചിട്ടില്ല കേട്ടോ. കുറച്ചൊക്കെ 2 ദിവസം കഴിയുമ്പോൾ പറിക്കാം, ഫ്രഷായിട്ട് പറിച്ചെടുക്കാമല്ലോ.